Good morning. Good morning, Miss. ജിനു ജസ്റ്റ് ഒന്ന് കയറിയായിരുന്നു, പിന്നെ എന്തോ ആള് സ്കിപ്പായി പോയി. 2 മിനിറ്റ് കൂടി നോക്കാം, നമുക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യുമെന്ന് നോക്കാം കേട്ടോ. Okay, Miss. ഇന്നലെ ഇരുന്ന് പഠിച്ചോ? ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ലായിരുന്നു മിസ്സേ. പഠിച്ചോ? ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോ നമ്മൾ കറക്റ്റ് ഡേറ്റ് എന്നാന്നുള്ളത് നോക്കണ്ട. എന്തായാലും നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് അടുത്ത് 3rd മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അടുത്ത് തന്നെ ഉണ്ടാവും എക്സാം. ഏപ്രിൽ മാസം തന്നെ കാണുമോ മിസ്സേ? അത് ഡേറ്റ് കറക്റ്റ് പറഞ്ഞിട്ടില്ല. അപ്പം ഇപ്പൊ മറ്റേ HA1-നൊക്കെ ഇപ്പൊ എക്സാം ആണ്. അവരുടെ മൊഡ്യൂൾ 3 4 എക്സാം അതിപ്പോ അടുത്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് 20-ാം തീയതിക്ക് അവരുടെ എക്സാം വരുന്നത്, മൊഡ്യൂൾ 3 4 പിന്നെ അടുത്തത് അവർക്ക് മെയിൻ എക്സാം HA1-ന്റെ മെയിൻ എക്സാം എത്രയാ 4th നെക്സ്റ്റ് മന്ത് മെയ് 4 പിന്നെ 27-ാം തീയതിക്ക് അവർക്ക് ഒരു ചെറിയൊരു മോഡൽ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഗ്രൂപ്പിലേക്ക് ഇടും. അവരുടെ HA1-ന്റെ എക്സാംസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടല്ല. ഇനിയിപ്പോ 20-ാം തീയതി 27-ാം തീയതി 4-ാം തീയതി അങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് അവർക്ക് എക്സാം വെച്ചേക്കുന്നത്. അതിന്റെ ഇടയ്ക്കൊക്കെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ ഇപ്പൊ കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ റെഡി ആയിരിക്കോ. എന്തായാലും നിങ്ങൾക്ക് ഇതിപ്പോ നമുക്ക് അശ്വതി ടീച്ചറിന്റെ ഒരു ക്ലാസ് കൂടി എത്തിയല്ലേ ഉള്ളൂ തീരാനായിട്ട്. ഈ അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ എന്താ നെക്സ്റ്റ് ട്യൂസ്ഡേയോ അങ്ങോട്ടല്ലേ ടീച്ചറിന് ഇനി ക്ലാസ് വരുന്നേ? അതെ മിസ്സേ. ഇനിയിപ്പോ ചിലപ്പോ അടുത്ത ആഴ്ച പിന്നത്തെ ആഴ്ചക്കോ ഒക്കെ എക്സാം ഉണ്ടാവുമായിരിക്കും. ഡേറ്റ് ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല എന്നത്തേക്കാണ്. അപ്പൊ നമുക്ക് എത്ര ദിവസം കിട്ടുന്നോ അതുവരെ നമുക്ക് റിവിഷൻ തന്നെ ചെയ്യാം. ഓരോ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് നോക്കി പോകാം. ഓക്കെ, വേറെ ആരും എക്സാം ആയിട്ട് പോലും ആരും ജോയിൻ ചെയ്യണല്ലോ. ജിനു ജസ്റ്റ് ഒന്ന് വന്നായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ പോയി. ഓക്കെ, നമുക്ക് എന്നാ സമയം കളയണ്ട, നമുക്ക് തുടങ്ങാം. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലഡ് ബാങ്ക് ചാപ്റ്റർ 18 റിവൈസ് ചെയ്തോണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? നമ്മള് ബ്ലഡ് ബാങ്ക് സർവീസസ് ബ്ലഡ് ടൈപ്പ് പറഞ്ഞായിരുന്നു അല്ലെ? നെഗറ്റീവ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് വെച്ചാൽ AB പോസിറ്റീവ്. ഓക്കെ, അത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നേ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്ത് വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ്. നമ്മൾ എപ്പോഴാണ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നതെന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ ഏതൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് തന്നിട്ടുണ്ട്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ജാസ്മിൻ? വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? സീരീസ് ഓഫ് സർജറി, serious digestive bleeding, leukemia, lack of helping, RBC, radiation therapy, chemotherapy, cancer treatments, liver problems, blood disorders. These situations blood transfusion ആവശ്യമായി വരാം. പിന്നെ അത് ചോദിക്കാം, which of the following situations blood transfusion is needed. Okay, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. അത് ചോദിക്കാം, ഒന്നില്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്ലഡ് ബാങ്ക് മാനേജർ. ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താ പറഞ്ഞേക്കുന്നേ? ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആണ്. പിന്നെ അടുത്തത് സെക്കൻഡ് ഇതിനകത്ത് തന്നേക്കുന്നത് he or she is at the helm of daily operations at the blood ബാങ്കിൽ നടക്കുന്ന
എല്ലാ ഓപ്പറേഷൻസിനെയും കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇൻചാർജ് ഉള്ള എന്ന് വെച്ചാൽ ഇൻചാർജ് ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നെ നെക്സ്റ്റ് തേർഡ് ജോബ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞത് അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ് ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഫോർ പേഴ്സണൽസ് അല്ലെ. ഇവിടെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും സെലക്ട് ചെയ്യാൻ, ട്രെയിനിങ് കൊടുക്കാൻ, ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽ ഉദ്യോഗസ്ഥർക്കൊക്കെ ഗൈഡിങ് ചെയ്യാനായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ സെലക്ട് ചെയ്യാനുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉത്തരവാദിത്തമുള്ള ഒരു പേഴ്സൺ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് പിന്നെ അതിനകത്ത് തന്നിട്ടുണ്ട് ഹീസ് ഓൾസോ ഇംപ്ലിമെന്റ് ദ ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു ദ കമ്പനി ട്രെയിനിങ് ആർ ഗിവൺ. പിന്നെ അടുത്ത നെക്സ്റ്റ് ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി പറയുന്നതാണ് ഹി ഓൾസോ ഓവർസീസ് ആൻഡ് അസസ് ദ ഗ്രോസ് പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫ് ആൻഡ് എൻഷുർ ദാറ്റ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്. പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഓവർസീസ് ചെയ്യുക, അസസ് ചെയ്യുക, ഓവറോൾ പെർഫോമൻസ് ഒക്കെ നോക്കുക എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻഷുർ ദാറ്റ് ദ ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി ഫയൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഉറപ്പുവരുത്തണം. പിന്നെ അടുത്തത് നെക്സ്റ്റ് പറഞ്ഞേക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസുകൾ, ബ്ലഡ് ഡൊണേഷൻ മന്ത് അങ്ങനെ പോലുള്ള പ്രോഗ്രാംസുകളൊക്കെ ഒരു കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. ഇത്രയാണ് ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഇത് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഇതിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചാപ്റ്റർ വൈസ് റിവൈസ് ചെയ്തിട്ട് ഇതിന്ന് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പൊ അതൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട്, എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയാലോ. പിന്നെ അതൊന്നില്ലെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റി ചോദിക്കാം, അല്ലെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. ഈ ഇപ്പോ 5 പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത്, അപ്പൊ അതൊന്ന് നോക്കണം. പിന്നെ അടുത്ത് വരുന്നത് ലാസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? To keep proper system of blood transfusion protocol. To keep the proper system blood transfusion protocol കീപ്പ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് ബ്ലഡ് ബാങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ അനുസരിച്ച് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. പിന്നെ രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? Verify incident forms transfusion reaction. Proper maintenance of records. Incidents related to transfusion reactionുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഫോമുകളൊക്കെ വെരിഫൈ ചെയ്യുക, റെക്കോർഡ്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? proper storage of blood products പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. അതും അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യമാണ്. കറക്റ്റ് ആയിട്ടല്ലേ സ്റ്റോർ ചെയ്യുന്നത്? ബ്ലഡ് പ്രൊഡക്ട്സ് ഒക്കെ പ്രോപ്പർ ആയിട്ടാണല്ലേ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. നെക്സ്റ്റ്, department is controlled by well trained and qualified personnel. Department is controlled by well trained and qualified personnel ആണ് ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം അതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ തന്നെ ആളില്ലേ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. പിന്നെ അടുത്ത് ലാസ്റ്റ് പോയിന്റ് എന്താ? make arrangements for meetings to identify and settle departmental issues. Also to revise existing policy. നിലവിലുള്ള നയങ്ങളൊക്കെ റിവൈസ് ചെയ്തുകൊണ്ട് make arrangements for meeting to identify and settle department issues. ഐഡന്റിഫൈ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും അത് സെറ്റിൽ ചെയ്യാനും ആവശ്യമായിട്ടുള്ള മീറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്, അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോളിസീസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. ഓക്കെ, എഴുതിക്കോ ക്വസ്റ്റ്യൻ.
ഇതിനെല്ലാത്തിനും ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോണം. Which of the following is not a function of blood bank. Which of the following is not a function of blood bank? Options എഴുതിക്കോ. ഫംഗ്ഷൻ അല്ലാത്ത ഏതാന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ അല്ലാത്ത ഏതാന്നാ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എഴുതിക്കോ. കമ്മ്യൂണിക്കേഷൻ വിത്ത്, ഓപ്ഷൻ എ ആണ്. Communication with the blood establishment. Next, option B is the inventory and stock management of blood and its elements. Option C is the cost control measure to scrutinize SCRUTINISE. Cost control measure to scrutinize and decrease the number of cycles Next, option D is the evaluation of immunological immunological suitability between donor and patient. ഏതാണ് അതിനകത്ത് കറക്റ്റ് ആൻസർ ഏതാ? സി ആണ്, കോസ്റ്റ് കൺട്രോൾ മെഷർ. കോസ്റ്റ് കൺട്രോൾ മെഷർ ടു സ്ക്രൂട്ടിനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ. ജാസ്മിൻ ആണോ പറഞ്ഞേ? യെസ് ടീച്ചർ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അടുത്ത ആളോട് ചോദിക്കാം കേട്ടോ. എല്ലാവർക്കും പറയാനൊരു അവസരം കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് ബാങ്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് ബാങ്ക് typically 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 should be situated on the dash floor. Do you know? Ground floor. Okay, very good. Ground floor. എല്ലാവർക്കും കിട്ടിയില്ലേ? ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോകണം കേട്ടോ ഈ ക്വസ്റ്റ്യൻസ്. അപ്പൊ അത്രയും നമുക്ക് കവർ ചെയ്യാലോ. The blood bank typically should be situated on
ground floor. Next question 3. Who comes under technical supervisor? Who comes under technical supervisor? Options എഴുതത്തില്ല, നിങ്ങൾ കറക്റ്റ് ആൻസർ എഴുതിയാൽ മതി, വെറുതെ ടൈം കളയണ്ട. ഓപ്ഷൻ എ technician, ഓപ്ഷൻ ബി BTO blood transfusion officer, ഓപ്ഷൻ സി clerk CLERKS clerks, ഓപ്ഷൻ ഡി assistant technician. ഷാരോൺ, ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്ന ആരാണ്? ഓക്കെ, ടെക്നീഷ്യൻ, BTO, ക്ലർക്സ്, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ക്ലർക്ക്, നഴ്സിംഗ്, ക്ലർക്സ്. ഇതിനകത്ത് ക്ലർക്ക് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ക്ലർക്സ്, നഴ്സസ്, PRO ഇതൊക്കെ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, ആൻസർ കിട്ടിയില്ല. ക്ലർക്സ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ അന്നേരം എഴുതിയായിരുന്നു ഒന്ന് നോക്കിക്കോ. Which is the ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, least common blood group? Which is the least common blood group? ഏതാ ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് പറഞ്ഞേ? ഏറ്റവും കുറവ് ആളുകളിൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഈ ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നു നമ്മൾ അന്ന്. ഏത് നോക്കിക്കോട്ടെ. ഏറ്റവും കുറവ് ആളുകളിൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് AB നെഗറ്റീവ്. നോട്ട് ചെയ്തോ, AB നെഗറ്റീവ്. ലീസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ്. AB നെഗറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which is the most common blood group? O positive. Okay, which is the most common blood group? ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവും ഏറ്റവും കുറവ് ആളുകളില് ഏറ്റവും ലീസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് AB നെഗറ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. സിക്സ്ത് ക്വസ്റ്റ്യൻ ജിനു പറയണോ കേട്ടാ. ഡാഷ് cells help in fighting infection? Dash cells help in fighting infection? ഏത് സെൽസ് കമ്പോണൻസ് നമ്മൾ പറഞ്ഞു, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4 കമ്പോണൻസും പഠിക്കണം. അതില് ഏതാണ് ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ? വിച്ച് സെൽസ് ഹെൽപ്പ്? വൈറ്റ് ബ്ലഡ് സെൽസ്. ഓക്കെ, വെരി ഗുഡ്. WBC. ഇതിന്റെ ഒപ്പം തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ ഒരു ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യാം. WBC സെൽസ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷാരോൺ പറയണം. വാട്ട് ഈസ് the scientific name of RBC? What is the scientific name of RBC? Red blood cells. RBC യുടെ എക്സ്പാൻഡഡ് അതിന്റെ സയന്റിഫിക് നെയിം ഏതാ? ഓക്കെ, എറിത്രോസൈറ്റ്സ്. ERYTHROCYTES. എറിത്രോസൈറ്റ്സ്. അതിന്റെ 3 എണ്ണത്തിന്റെ തന്നിട്ടുണ്ട് സയന്റിഫിക് നെയിം.
അത് മൂന്നും പഠിക്കണം. സയന്റിഫിക് നെയിം ഓഫ് RBC എറിത്രോസൈറ്റ്. നെക്സ്റ്റ് ജാസ്മിൻ പറയണം എക്സ്പാൻഡ്. ഒരു എക്സ്പാൻഡഡ് ക്വസ്റ്റ്യൻ ഷുവർ ആണ് എക്സാമിന്. എക്സ്പാൻഡ് AHF. Anti-hemolytic factor. Okay, very good. Anti-hemophilic factor. AHF. Anti-hemophilic factor. Next question, everyone. Plasma that contains clotting factors. Plasma that contains clotting factors that help to plasma that contains clotting factor that helps to dash. Chino, answer on okay. Plasma that help to okay, very good. Control bleeding control ചെയ്യാൻ വേണ്ടിയിട്ട് clotting factor പേര് കേട്ടാൽ തന്നെ അറിയാം. Plasma that contain clotting factor that help to control bleeding control ചെയ്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് clotting factor. Okay, next question. Blood transfusion is considered CONSIDERED. Blood transfusion is considered as a dash. Sharon, blood transfusion is considered as a എന്തായിട്ടാ പറയുന്നത്? ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നുള്ള അതിനകത്തുണ്ടല്ലോ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒന്ന് നോക്കിയേ. വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? അതിനകത്ത് നോക്കിയേ, ലാസ്റ്റ് ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് നോക്കിയേ. കിട്ടിയോ? What is mean by blood transfusion എന്നുള്ള പാരഗ്രാഫിൽ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കിയേ. ഫസ്റ്റ് പാരഗ്രാഫ് കൺസിഡർ ആസ് എ ചിനുവിന് കിട്ടിയോ? നോബൽ കോസ്. നോബൽ കോസ് ഒരു മഹത്തായ കൃത്യമായിട്ടാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൺസിഡർ ചെയ്തത്. ലാസ്റ്റ് കിടക്കുന്നുണ്ട്, ലാസ്റ്റ് സെന്റൻസ് ആണ് ഫസ്റ്റ് പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസ്. സോ ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ നോബൽ കോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കേ. Which of the following situations blood transfusion is needed? Which of the following situations blood transfusion is needed? നിങ്ങൾ ഓപ്ഷൻ എഴുതണമെന്നില്ല, ഒന്ന് കേട്ടാലും മതി, എഴുതിയ ടൈം കളയണ്ട. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഓക്കെയോ? ഫസ്റ്റ് നോക്കാം, ബ്ലഡ് ഡിസോർഡേഴ്സ്.
Option B, leukemia. Option C, digestive tract bleeding. Next, option D, all of the above. All of the above. Digestive tract bleeding, leukemia, blood disorders. മൂന്ന് സിറ്റുവേഷൻസിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമാണ്. ഓക്കെ, all of the above. പിന്നെ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഇനിയിപ്പോ വേണ്ടല്ലോ. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ജോബ് റെസ്പോൺസിബിലിറ്റി. അത് ഞാൻ പറഞ്ഞല്ലോ. ഒന്നില്ലെങ്കിൽ അതിനകത്ത് നിന്ന് ചോദിക്കുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. ഇത് എഴുതണ്ട, ജസ്റ്റ് ഒന്ന് കേട്ടോ. ആൻസർ പറഞ്ഞാൽ മതി, എഴുതി ടൈം കളയണ്ട. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ഈസ് എ ജോബ് റെസ്പോൺസിബിലിറ്റി ഏതാന്നാ ചോദിച്ചേക്കണം കേട്ടോ. ഈസ് എ ജോബ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ job responsibilities of a blood bank manager. Option A, inventory management of supplies and consumables. Say option B, allotting resources. Next, option C, is responsible for developing center programs. Option D, directing the duty roster and records. ഏതാ വരുന്നത് അതിനകത്ത്? ഒന്നോട് പറയാം. ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഓപ്ഷൻ ബിയില് അലോട്ടിംഗ് റിസോഴ്സസ്. സിയില് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസ്. അടുത്ത ഡി, ഡയറക്ടിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ഡി. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി. നോക്കിയേ, ഫിഫ്തില് വന്നില്ലേ? നോക്കിയേ, ഫിഫ്ത് പോയിന്റിൽ കിടക്കണ്ടല്ലോ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസ് സച്ച് ആസ് ബ്ലഡ് ഡൊണേഷൻ മന്ത്. കണ്ടോ? പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഈ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Antigen present in a group is antigen present in a group. A group is dash. ഏതാ ആന്റിജൻ? ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാ? ഏതാണ്? എ. ഓക്കെ, ആന്റിബോഡിയോ? ബി. ഓപ്പോസിറ്റ്. ആന്റിജൻ സെയിം ആയിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റിബോഡി. ബി ആണെങ്കിൽ, ബി ഗ്രൂപ്പ് ആണെങ്കിൽ ആന്റിജൻ ബി ആയിരിക്കും, ആന്റിബോഡി എ ആയിരിക്കും. അത് ആ ടേബിൾ തന്നെ നോക്കിയാൽ മതി കേട്ടോ. ആ ടേബിൾ നമ്മൾ എഴുതിയെടുത്ത് നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡാഷ് is an inflammation, INFLAMMATION. Dash is an inflammation of the liver. Dash is an inflammation of the liver. Options പറയാം. Hemophilia, HAEMOPHILIA, hemophilia. Option B, leukemia, LEUKAEMIA, leukemia. Option C എഴുതാം. Hepatitis, HEPATITIS, hepatitis. Option D, myocarditis, MYCO, MYO ആണ് ട്ടോ, സോറി, MYO, myocarditis,
CARDITIS. Myocarditis. The inflammation of liver. Inflammation of liver. Hepatitis. Hepatitis ആണ് inflammation of liver. ലിവറിനുണ്ടാകുന്ന ഒരു വീക്കം, കരൾ വീക്കം, ഹെപ്പറ്റൈറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which blood group is known as universal donor? Which blood group is known as universal donor? ഷാരോൺ, ഏത് ബ്ലഡ് ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാ? O group. വെരി ഗുഡ്. യൂണിവേഴ്സൽ ഡോണർ O ഗ്രൂപ്പ്. O. Next question. Which blood type is known as universal donor? ഇവിടെ ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചേക്കണം കേട്ടോ. Which blood type is known as universal donor? ഏത് ബ്ലഡ് ടൈപ്പ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്? O negative. O negative. ഓക്കെ, വെരി ഗുഡ്. O നെഗറ്റീവ് ആണ്. O ഗ്രൂപ്പിന് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നു. വിച്ച് ബ്ലഡ് ടൈപ്പ് ചോദിക്കുമ്പോൾ O നെഗറ്റീവ്. അവിടെ O പോസിറ്റീവ്, O നെഗറ്റീവ്, AB പോസിറ്റീവ്, AB നെഗറ്റീവ് എന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ചോദിക്കുമ്പോൾ O നെഗറ്റീവ് എന്ന് എഴുതുക. O നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഒരുവിധം ഒക്കെ നമ്മൾ ആ തേർഡ് ചാപ്റ്റർ നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടേണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് നോക്കണം. ഈ പ്രിന്റഡ് നോട്ടും ഇതുപോലെ തന്നെ വായിച്ചു നോക്കണം. വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വേണമെങ്കിൽ ഇനി ഞാൻ എഴുതണ്ട. നിങ്ങൾ ഇനി ജസ്റ്റ് നമുക്ക് ആൻസേഴ്സ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. എഴുതണതില്ല, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ആൻ ആവറേജ് പേഴ്സൺ ക്യാരീസ് ഓൾമോസ്റ്റ് ഡാഷ് ലിറ്റർ ഓഫ് ബ്ലഡ്? 5. 3 liters, 4 liters, 5 liters, 6 liters. എത്ര ലിറ്ററാ ആവറേജ് പേഴ്സൺ ക്യാരീസ്? 5 liters of blood. Okay, clear അല്ലേ? 5 liter. അടുത്തത്, what is anticoagulant? Anticoagulant ചോദിച്ചേക്കുന്നേ. ഓപ്ഷൻ എയില് ലിക്വിഡ് വിച്ച് സ്റ്റോപ്പ് ബ്ലീഡിംഗ്, കെമിക്കൽസ് വിച്ച് പ്രിവെന്റ് ബ്ലീഡിംഗ്, C, salt that allow blood to clot, none of the above. Anticoagulant. Coagulate ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന. Which stop bleeding, chemical which prevent bleeding. ഇത് മോക്ക് ടെസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നത്. നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇട്ടിട്ടില്ലെങ്കിൽ അതൊന്ന് എഴുതാം. നോക്കട്ടെ കേട്ടോ. തന്നിട്ടുണ്ട് കേട്ടോ. മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത്. What is anticoagulant? Liquids which stop bleeding, chemical which prevent bleeding, salt that allow blood to flow, none of the above. ഇതൊന്നുമല്ല, none of the above ആണ് anticoagulant എന്ന് പറയുന്നത്. Anticoagulant. Next നോക്കാം. The process of transferring blood from one person to another is called a dash. The process of transfer of blood from one person to another. Transplantation, transfusion, transmission, none of the above. Transfusion. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു പേഴ്സണിൽ നിന്ന് മറ്റു പേഴ്സണിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്തതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ. ഇത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. മോക്ക് ടെസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. Which of the following are the task of blood bank? Next question, okay.
Which of the following are the task of blood bank? Blood bankന്റെ ടാസ്കുകളിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ബ്ലഡ് കളക്ഷൻ, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ, all of the above. Okay, Jinu, ആൻസർ പറഞ്ഞേ. Which of the following are the task of blood bank? നോട്ടിലുണ്ട്. Okay. Blood collection, testing, separation, all of the above. ഉണ്ടോ? All of the above. എല്ലാം വരുന്നുണ്ട്. ടാസ്കുകളിൽ വരുന്നതാണ്. What are the tasks? What tasks are done in blood banking? ഇതിനകത്ത് വരുന്ന ബ്ലഡ് കളക്ഷൻ, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ടാസ്കുകളിൽ വരുന്നതാണ്. വാട്ട് ടെസ്റ്റ് ആർ ഡൺ ആണ് അതിനകത്ത്. ലൊക്കേഷൻ. ഓക്കെ, അടുത്ത നോക്കിയേ. ഇവിടെ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. Who comes under technical supervisor? Who comes under technical supervisor? Quality manager. എഴുതണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാം. ക്വാളിറ്റി മാനേജർ, ബി ടെക്നീഷ്യൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, PRO. ഓക്കെ, PRO ഷാരോൺ. PRO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നത് PRO ആണ്. PRO. The study of blood is called dash. Dermatology, neurology, nephrology, hematology. Okay, good. Hematology. Study of blood is called hematology. പിന്നെ അടുത്തത്. Syphilis is an infectious dash disease. Syphilis എന്ന് പറയുന്നത് infectious viral disease, fungal disease, bacterial disease, none of the above. Syphilis ഏതാ വരുന്ന? Syphilis എന്ന് പറയുന്നത് ഏത് ഡിസീസാ? അത് എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. അത് നിങ്ങൾ തന്നിട്ടുണ്ടോന്ന് അറിയില്ല. എഴുതിക്കോ. സിഫിലസ്. ട്രിപ്പോണിമ പാലിഡം, സിഫിലസ്, പറങ്കിപ്പുണ്ണ് മലയാളം. അതിന് കാരണമായിട്ടുള്ള വൈറൽ ഡിസീസ്, ബാക്ടീരിയൽ ഡിസീസ് ആണ്. സിഫിലസ് ഈസ് എ ബാക്ടീരിയൽ ഡിസീസ്. ഒന്ന് എഴുതി വെച്ചോടെ. സിഫിലസ്, SYPHILIS is a bacterial disease. സിഫിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. Syphilis is an infectious bacterial disease caused by the Treponema pallidum. Pallidum എന്ന് പറഞ്ഞ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് ഈ സിഫിലസ്. Syphilis is an infectious bacterial disease caused by the bacteria Treponema pallidum. Syphilis എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. Next question. Does cells transport oxygen to the tissues in the body? The cells are WBC, RBC, platelet, plasma. Okay. Does cells transport oxygen to the tissues in the body? RBC, red blood cells. RBC ആണ്. RBC. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. A condition in which the blood doesn't have enough healthy RBC. A condition in which the blood doesn't have enough healthy RBC. ആവശ്യത്തിനുള്ള ഹെൽത്തി ആയിട്ടുള്ള RBC ഇല്ലാത്ത ഒരു കണ്ടീഷൻ. അതിന് ലുക്കീമിയ, സീറോഫ്താൽമിയ, അനീമിയ, നൺ ഓഫ് ദ എബവ്. ഏതാ? Anemia. A condition in which the blood doesn't have enough healthy RBC. Anemia. ഇത് തന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട് നമ്മൾ അനീമിയയുടെ.
blood condition in which the blood doesn't have enough healthy RBC, a condition anemia. Which is blood cell provide immunity in the human body? ഏതാ immunity നൽകുന്നത്? RBC, WBC, platelet, plasma. WBC. WBC, white blood cells. WBC ആണ് immunity തരുന്നത്. അപ്പൊ നോക്കിയേ, ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് നോക്കിയാലും നമ്മള് ഈ ഒരു ഭാഗത്ത് നിന്ന് കമ്പോണൻസിന്ന് ക്വസ്റ്റ്യൻസ് എത്ര ക്വസ്റ്റ്യനാ പറഞ്ഞേക്കുന്നതെന്ന് നോക്കിയേ. നെക്സ്റ്റ്, which blood cell help in blood clotting? RBC, WBC, platelet, plasma. ഏതാ? Platelet. പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് ആണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. Which blood cells help in blood clotting? Platelets. പിന്നെ ജോബ് റെസ്പോൺസിബിലിറ്റീസില് അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂണിവേഴ്സൽ ഡോണർ നമ്മൾ പറഞ്ഞതാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യുന്ന കാര്യം അത് നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ്, ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ, ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ലാസ്റ്റ് ഭാഗത്ത് നിന്ന് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ensured, ENSURED. Which of the following is ensured by the hospital administration which of the following is ensured by the hospital administration in blood bank? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യുന്ന കാര്യം ചോദിച്ചേക്കുന്നത്. Which of the following is ensured by the hospital administration in blood bank? Option A എഴുതിക്കോ. To keep proper system of blood transfusion protocol. To keep proper system of blood transfusion protocol. To keep the proper system of blood transfusion protocol. Next, option B എഴുതാം. Proper storage of blood and blood products. Proper storage of blood and blood products. Option C എഴുതാം. Both A and B. Both A and B. Option B എഴുതാം. None of the above. None of the above. Okay. ഏതാ വരുന്നേ? Both A and B. ഇത് രണ്ടും വരുന്നുണ്ട് അല്ലെ? Both A and B. To keep the proper system of blood transfusion protocol, proper storage of blood and blood products. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഏകദേശമായി. ഇനി ഇന്ന് തന്നെ നിങ്ങൾ ഇരുന്ന് ഇത് പഠിക്കണം കേട്ടോ. ഈ ചാപ്റ്റർ ഇന്ന് തന്നെ പഠിക്കാം. നമ്മൾ റിവിഷൻ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോകാം. അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരുവിധം എല്ലാ ഭാഗവും ഏകദേശം ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഇതിനകത്ത്. ഇനി അടുത്ത നെക്സ്റ്റ് ചാപ്റ്റർ CSSD ആണ്. ഇതിനകത്ത് നിന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നോ? ഈ ഒരു ചാപ്റ്ററിന്റെ CSSDയുടെ നമ്മൾ എഴുതിയായിരുന്നോ? എഴുതിയ പിള്ളേരെ? ലാസ്റ്റ് നമ്മൾ ഇതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയായിരുന്നോ? എഴുതിയിട്ടില്ലേ? ഇല്ല.
ഇല്ല. ഇല്ല. ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് എഴുതിയാൽ മതിയോ? ഒരു ചാപ്റ്ററിൽ നിന്നുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതി ഒന്ന് പറഞ്ഞു പോയാൽ മതിയോ? ഇപ്പൊ നമ്മള് CSSD സെൻട്രൽ സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെന്റ്, സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD, അതിനകത്ത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. ഇനി ഓരോന്നും ഇങ്ങനെ പറയണോ അതോ ക്വസ്റ്റ്യൻസ് തന്നാ മതിയോ? എന്നാ അത് അതിനകത്ത് ഏകദേശം ഉണ്ട് ക്വസ്റ്റ്യൻസ് പറയുമ്പോ തന്നെ. ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 10, 20, 22 ക്വസ്റ്റ്യനോളം വന്നിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നാ മതിയോ നിങ്ങക്ക്? എങ്ങനെ വേണ്ടേ? അത് ഒന്നോടെ പറയണോ ആദ്യം മുതലുള്ളത്? ക്വസ്റ്റ്യൻസ് തന്നാ മതിയോ? അപ്പൊ റിവിഷനായിട്ട് നമുക്കപ്പൊ അത് ആ ക്വസ്റ്റ്യൻസ് പറയാം. അപ്പൊ നിങ്ങളത് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓരോന്ന് നമുക്കപ്പൊ പറയാം. ആ ഒരു ഏരിയ നമുക്കപ്പൊ കവറിങ് ചെയ്ത് പോകാലോ. ഓക്കെ, ഇത് ഓർഡർ അനുസരിച്ചിട്ട് തന്നെ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അടുത്ത ചാപ്റ്റർ CSSD ആണ്. അതിനകത്തുനിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. എക്സ്പാൻഡ് SSI. എക്സ്പാൻഡ് SSI. എക്സ്പാൻഡഡ് ഫോം എന്താ? ഫസ്റ്റ് പാരഗ്രാഫില് Surgical safe infection. Okay, very good. Surgical site infection. Surgical site infection. SSI. Surgical site infection. Second question. From an infection control view. From an infection control view. From an infection control view, comma, it is necessary to make sure that proper dash of surgical equipment is done. From an infection control view, it is necessary to make sure that proper dash of surgical equipment is done. Answer നോക്കിയേ. ഫസ്റ്റ് പാരഗ്രാഫിലുണ്ട്. നോക്കിയേ. Disinfection. Okay, very good. Disinfection. From an infection control view, it is necessary to make sure that proper disinfection of surgical equipment is done. Third question, expand CSSD. Expand CSSD. Expand CSSD. Expanded form and the CSSD. Central Sterile Supply Department. Okay, very good. Central Sterile Supply Department, CSSD. CSSD. ടീച്ചർ ഇപ്പൊ ക്വസ്റ്റ്യൻ പറയുന്നുള്ള ടീച്ചർ ഇടയ്ക്ക് നെറ്റ് കട്ടായി കേൾക്കാൻ. എത്രാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയില്ലേ?
ജാസ്മിൻ that is a next. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞതേ ആ പ്രിന്റഡ് നോട്ടിൽ അടയാളപ്പെടുത്തി വെച്ചോ. ഫസ്റ്റ് സെന്റൻസ് പാരഗ്രാഫിൽ ടീച്ചർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഞാൻ കേട്ടില്ലായിരുന്നു. എക്സ്പാൻഡ് SSI സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആയിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഇനി രണ്ടാമത്തെ പ്രിന്റഡ് നോട്ടിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തെടുത്താൽ മതി. നോക്കിയേ, ഫസ്റ്റ് ആ പ്രിന്റഡ് നോട്ടിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഫസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസ് തന്നെ, ഫ്രം ആൻ ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പർ ഡാഷ് ഓഫ് ദ സർജിക്കൽ എക്യുപ്മെന്റ് ഈസ് ഡൺ. അതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. അതിനകത്ത് തന്നെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് ഈസ് ഡൺ. ടീച്ചർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് SSI എന്നല്ലേ, അത് സൈറ്റ് ആണോ സേഫ് ആണോ? സൈറ്റ്. അത് ഞാൻ പ്രിന്റഡ് നോട്ടില് തെറ്റാണ്, അന്ന് ഞാൻ പറഞ്ഞായിരുന്നു കറക്റ്റ് ചെയ്യാൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ SITE ആണ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണ് SSI എന്ന് പറയുന്നത്. ഓക്കെ, സൈറ്റ് SITE. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത് നമ്മൾ ആ പ്രിന്റഡ് നോട്ടിലെ ഫസ്റ്റ് ലൈൻ തന്നെയായിരുന്നു പറഞ്ഞത്. അവിടെ ഡിസ്ഇൻഫെക്ഷൻ അവിടെ അണ്ടർലൈൻ ചെയ്തതാണ്. ഫ്രം ആൻ ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് proper dash of the surgical equipment is done. എഴുതി ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് എക്സ്പാൻഡ് CSSD. എക്സ്പാൻഡ് CSSD. എക്സ്പാൻഡഡ് ഫോം എന്താണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇനി അടുത്ത ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള നോക്കിയേ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. അതൊന്ന് നോക്കണം കേട്ടോ. ഈ CSSDയുടെ ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയോ ജിനു? ഒന്ന് രണ്ട് പോയിന്റ് ഒന്ന് വായിച്ചേ ഫസ്റ്റത്തെ. അപ്പൊ ഇതിന്റെ ഒപ്പം നമുക്കെല്ലാം അങ്ങനെ പറഞ്ഞു പോകാം. CSSDയുടെ ഫങ്ഷൻസ് ആദ്യത്തെ രണ്ട് പോയിന്റ് വായിക്കോ ടീച്ചർ? ഒബ്ജക്റ്റീവ്സിന്റെ മീനിങ് എന്താണ്? ഒബ്ജക്റ്റീവ്സ് അർത്ഥം ലക്ഷ്യങ്ങൾ എന്നുള്ളത് തന്നെയാ വരുന്നേ. ഒബ്ജക്റ്റീവ്സ് ഫങ്ഷൻസ് എയിം ലക്ഷ്യങ്ങള് അതൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. ഒബ്ജക്റ്റീവ്സിലും ഫങ്ഷൻസ് ഏതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. CSSDയുടെ ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുന്നത് ഏതാ, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. എന്താ ഫസ്റ്റ് പോയിന്റ് ഏതായിരുന്നു? Supply sterilized materials. സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആണ്. CSSDയുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ്, പ്രൊവൈഡ് സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. സെക്കൻഡ്, To contribute the reduction in the incident of hospital infection. ഹോസ്പിറ്റൽ ഇൻഫെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള സംഭവങ്ങൾ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്തുക. കോൺട്രിബ്യൂട്ട് ടു റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ആ ഇൻസിഡൻസ് അത് കുറയ്ക്കാനുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്യുക. പിന്നെ തേർഡ് പോയിന്റ് ഷാരോൺ ഒന്ന് വായിച്ചേ. To avoid duplication of expensive equipments. കുറെ ഇത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ആ എക്യുപ്മെന്റ്സ് വാങ്ങണ്ടല്ലോ. അപ്പൊ അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. ഇപ്പൊ നീഡില് സിറിഞ്ച് ആണെങ്കിൽ ഇപ്പൊ സിറിഞ്ചൊക്കെ ഓരോ ഇത് തന്നെയാ, ഒരു വൺ ടൈം മാത്രമേ ഉപയോഗിക്കുള്ളൂ. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം. ഇത് വലിയ മെഷീൻസിന്റെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് വരുന്ന എക്യുപ്മെന്റ്സ്, നല്ല വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് എപ്പോഴും വാങ്ങണ്ട. അത് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. ടു അവോയ്ഡ്, അല്ലെങ്കിൽ വീണ്ടും വാങ്ങിച്ച് പൈസയും വെറുതെ പോകും. പിന്നെ അതുപോലെ തന്നെ ഇത് വെക്കാനുള്ള സ്പേസും വേണ്ടേ. അതിപ്പോ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. അടുത്ത പോയിന്റ് ഏതാ പറഞ്ഞേക്കുന്നേ?
അടുത്ത പോയിന്റ് ഏതാ? ഷാരോണ ഒരെണ്ണം കൂടി വായിച്ചോ. To keep a record of a efficiency efficiency of cleaning, disinfection and sterilization process. Records keep ചെയ്യാം. To keep the records of cleaning, efficiency, disinfection, sterilization process ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്യുക. അടുത്ത ജാസ്മിൻ നെക്സ്റ്റ് പോയിന്റ് വായിച്ചേ. To exhibit and impose controls necessary to avoid cross infection. Cross infection. To exhibit പ്രദർശിപ്പിക്കുക. Impose the control necessary to prevent cross infection. Cross infection തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചുമത്തുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുക. ക്രോസ് ഇൻഫെക്ഷൻ തടയുക. ഓക്കെ. To maintain an inventory of supplies and equipment. To maintain an inventory, supplies and equipments. പിന്നെ അടുത്തത് To arrange a safe environment for the patient patients and staff. ഒരു സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പേഷ്യന്റിനും സ്റ്റാഫിനും ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാം CSSDയുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസിൽ വരുന്നതാണ് കേട്ടോ. ഈ 7 പോയിന്റ്സും നോക്കുക. ഇനി നെക്സ്റ്റ് ഡിസൈനിങ് ഓഫ് CSSD ആണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. സൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. സൈസ്, size and location, size and location, size and location of CSSD, size and location of CSSD differs, differs, differs according to dash. Size and location of CSSD differs according to dash. എന്തനുസരിച്ചിട്ടാണ് സൈസ് ലൊക്കേഷൻ ഒക്കെ വ്യത്യാസപ്പെടുന്നത് CSSDയുടെ? hospital ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് CSSDയുടെ സൈസും ലൊക്കേഷനും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. Size and location of CSSD differs according to hospital management. പിന്നെ പറഞ്ഞത് ലൊക്കേറ്റഡ് എവിടെയായിരിക്കണം? പോസിബിൾ ടു, നിയർ ആസ് പോസിബിൾ ടു ഓപ്പറേഷൻ തിയേറ്റർ, ആക്സിഡന്റ്സ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ് ഇതിനോടൊക്കെ ചേർന്നായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. The CSSD layout, the CSSD layout should be designed in a dash. The CSSD layout should be designed in a dash. എങ്ങനെയായിരിക്കണം CSSD layout? ഏത് ഡയറക്ഷനിലായിരിക്കണം? Unidirectional. യൂണിഡയറക്ഷണൽ. നമ്മൾ ഒരു സൈഡിൽ ഒരു ഓപ്പണിങ്ങിലാണ് നമ്മൾ ഒരു വിൻഡോയിൽ കൂടെ കൊടുത്തിട്ട് അത് മറ്റേ നമ്മള് ഇങ്ങോട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് തരുന്നത് വേറെ ഒരു സ്ഥലത്തായിരിക്കും. അപ്പൊ അത് ഒറ്റ ഡയറക്ഷൻ. ആ കൊടുക്കുന്ന ഇതിൽ കൂടെ തന്നെ നമുക്ക് തിരിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടില്ല. അപ്പൊ അത് സ്റ്റെറിലൈസ് ചെയ്യാൻ കൊടുക്കുന്നത് ഒരു ഡോറിൽ കൂടെ, അത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം വേറെ ഡോറിൽ കൂടെ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇറ്റ്സ് എ യൂണി ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, യൂണി ഡയറക്ഷണൽ ഫ്ലോ. The CSSD layout should be designed in a unidirectional flow. Okay. അപ്പൊ നിങ്ങൾ നാളെ വരുമ്പോൾ ഈ CSSD ഈ ചാപ്റ്റർ 19 സെൻട്രലൈസ്ഡ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിപ്പോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചാപ്റ്റർ ബാക്കി ഭാഗമൊക്കെ ഒന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി ഇതുപോലെ നമുക്ക് ഓരോ പേജ് വൈസ് ഒന്ന് ജസ്റ്റ് ഓരോ കാര്യങ്ങൾ അതിനകത്തുള്ളത് നോക്കി പോകാം. ഓക്കെ. അപ്പൊ ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പൊ നാളെ ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. ഓക്കെ. ക്ലാസ് വായിച്ചോട്ടെ. Okay, teacher. Thank you, teacher. Okay, thank you. Teacher. പറഞ്ഞോ ജാസ്മിൻ.
ടീച്ചർ ഇനി ക്ലാസ് ഉണ്ടല്ലോ അല്ലേ ടീച്ചർ? ഇനിയുണ്ട്. ഇനിയിപ്പോ നിഷ്ഠിച്ചല്ലേ നെക്സ്റ്റ് ക്ലാസ് നാളത്തേക്ക്. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗമൊക്കെ നിങ്ങളൊന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നമുക്ക് വേഗം വേഗം ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു ടീച്ചർ.